ലെബനൻ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ നിഴലിലായ മലയാളി ബിസിനസ്സുകാരൻ റിൻസൺ ജോസിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. റിൻസൺ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ലെന്ന് UK ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. റിൻസൻ്റെ കുടുംബത്തെക്കുറിച്ചും ആർക്കും ഒരു വിവരവുമില്ല. മാനന്തവാടിയിലെ ബന്ധുക്കളും റിൻസനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് വിശദീകരിക്കുന്നത്. റിൻസൺ സ്വയം അറിയാതെ ഇസ്രായേലിനെ സഹായിച്ചു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വിവാദത്തിൽ റിൻസൻ്റെ വിശദീകരണം നിർണായകമാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് ട്രിപ്പ് റിൻസൺ ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ റിൻസൺ ട്രിപ്പിലാണെന്ന് ആരും കരുതുന്നില്ല. അതിനിടെ BAC കമ്പനിയുടെ CEO ക്രിസ്റ്റിന നിലവിൽ ഹംഗേറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണെന്ന് റിപ്പോർട്ടുണ്ട്. റിൻസനും സമാനമായ രീതിയിൽ അന്വേഷണ ഏജൻസികളുടെ സംരക്ഷണയിലാണോ എന്നത് വ്യക്തമല്ല. എന്നാൽ ഒരു ഏജൻസിയും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്നില്ല. ആക്രമണത്തെക്കുറിച്ച് റിൻസന് അറിയാൻ സാധ്യതയില്ലെന്നാണ് മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയുമാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. പേജറുകളിൽ നേരത്തെ സ്ഫോടക വസ്തു നിറച്ചിരുന്നെന്നും അതല്ല പേജറുകളുടെ ബാറ്ററി പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്നും ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. പേജറുകളുടെ ഏതെങ്കിലും ഒരു ബാച്ചിലെ ഉൽപ്പന്നങ്ങളിൽ ആരെങ്കിലും കൃത്രിമം വരുത്തിയതാവാം. അതല്ലെങ്കിൽ സ്ഫോടക വസ്തു നിറച്ച പേജറുകളിൽ ഗോൾഡ് അപ്പോളോ എന്ന ലേബൽ പതിപ്പിച്ച് ലെബനനിലേക്ക് അയച്ചതാകാം. എന്നാൽ ഒന്നിനും ഇനിയും വ്യക്തത വന്നിട്ടില്ല. സ്ഫോടനത്തിൽ റിൻസൺ ജോസിൻ്റെ പങ്ക് ഇപ്പോഴും അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. വയനാട് മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശിയായ റിൻസൺ ജോസ് നോർവേ പൗരനാണ്. തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബസമേതം സ്ഥിരതാമസത്തിലാണ്. സ്ഫോടന പരമ്പര തുടങ്ങിയ 17 മുതൽ റിൻസൻ്റെ വിവരങ്ങൾ ലഭ്യമല്ല. നോർവേ, ബൾഗേറിയ, ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസൻ്റെ കമ്പനിയായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. പേജറുകളുടെ സപ്ലൈ ശൃംഖലയിൽ കമ്പനി ഉണ്ടോ എന്നാണ് സംശയം. പേജറുകൾക്ക് കമ്പനി വഴി പണം കൈമാറിയെന്ന റിപ്പോർട്ടിലുണ്ട്. നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ്, നോർട്ട ലിങ്ക് എന്നീ കടലാസ് കമ്പനികളുടെ രജിസ്ട്രേഷൻ ബൾഗേറിയയിലാണ്. സോഫിയ നഗരത്തിലെ ബഹുനില മന്ദിരമാണ് വിലാസമായി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ലെബനനിലെ പേജർ വാക്കി ടോക്കി സ്ഫോടനത്തിന് പിന്നാലെ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും ആക്രമണ പ്രത്യാഘാതങ്ങൾ ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന അന്വേഷണവും നിർണായകമാണ്.